ഒരു ചെറിയൊരു വീഡിയോ നോക്കാം. മുറ്റത്തെല്ലാം ചെറിയ ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. വേറെ സ്ഥലമില്ലാതുകൊണ്ട് മുറ്റത്താണ് വെച്ച് പിടിപ്പിച്ചു. നോക്കട്ടെ. ഇതാണ് ഉണ്ടല്ലേ, ഇത് നോക്കട്ടെ. ചക്ക ഉണ്ട് പോലെ. ചക്ക തഴച്ചും താഴെ വീണു. ഇവിടെ ആളുകളിലൊന്നും വീണല്ലേ. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന കാര്യം ഈ ഇല കണ്ട. ഇതുപോലെ ഒരു ചെറിയൊരു മുന്തിരി പോലത്തെ ഒരു കായ് ഉണ്ടാവും. അതാണ് ചെറുമരം. ചെറുമരത്തിൻ്റെ ഈ ഇലയുണ്ടല്ലോ, ഈ ചെറുമരത്തിൻ്റെ ഇല മേക്ക് തട്ടി അതിൻ്റെ കൊമ്പിൻ്റെ പാല് മേക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം പൊള്ളും. പൊള്ളുമെന്ന് വെച്ചാൽ ചൊറിച്ചലായിരിക്കും, ആവന ചൊറിച്ചലായിരിക്കും. അപ്പോൾ എടുത്ത് കൊണ്ടിട്ട് ചൊറിയുകയോ ചെയ്യും. ഇതുപോലെ ഒരു മുന്തിരി പോലത്തെ ഒരു കായ് ഉണ്ടാവും. ഇപ്പോൾ അത് വീഡിയോ എടുക്കാൻ കാരണം ഒരു ചങ്ങായിൻ്റെ ഒരു വീഡിയോ കണ്ട് ഈ ചങ്ങായിൻ്റെ ശരീരത്തിൽ ആകെ പൊടുത്തു. തനി തന്നെ പൊടുത്തു പോകുന്നു. തനി തന്നെ ആയിരിക്കില്ല, അവരുടെ ഭക്ഷണത്തിൽ ആയിരിക്കും ഇടങ്ങാറാകുന്നുണ്ടാവുക. അവരുടെ ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇറച്ചി തിന്നുന്നുണ്ടാവും. അവർ ഇറച്ചി കഴിക്കുമ്പോഴായിരിക്കും അവർക്ക് ഇടങ്ങാറാകുന്നുണ്ടാവുക. അവർക്ക് ഇറച്ചി കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തന്നെ ഇതെങ്ങനെയാണ് താഴെ വീണത് എന്നും പോയിട്ട് അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. ഇറച്ചി കഴിക്കുമ്പോഴായിരിക്കും അവർക്ക് ചൊറിച്ചിലെടുക്കുന്നുണ്ടാവുക. ഇറച്ചി കഴിക്കുന്നതിന് മുന്നേ കഴിക്കാൻ പറ്റും. കഴിക്കുന്നതിന് മുന്നേ കഞ്ഞിവെള്ളം കാറ്റം കുടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ചൊറിച്ചിൽ ഉണ്ടാവില്ല. എൻ്റെ അയൽവാസിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ജയിലിൽ പോയ സമയം ജയിലിൽ നിന്ന് ഒരു ചങ്ങാതിയാണ് ചൊറിഞ്ഞ് കുത്തിയിരിക്കുന്നതാണ്. സെൻട്രൽ ജില്ലയെല്ലാം കയറി ഞാൻ അപ്പോൾ അല്ലേ, സെൻട്രൽ ജില്ലയിൽ കയറി ഒരു 3-4 മാസം ഉണ്ടായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടായിരുന്നു. കള്ളൻ പുറത്ത് ചാടിയ സമയത്തായിരുന്നു ഞാൻ മറ്റേ പെണ്ണെ കൊന്ന വ്യക്തി സമയമായിരുന്നു ഞാൻ സെൻട്രൽ ജയിലുണ്ടായിരുന്നത്. പറഞ്ഞ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ചൊറിച്ചൽ അറിയുന്ന കൂട്ടർക്കാർക്കും അറിയാം, ഓരോ അറിവല്ലേ. അപ്പോൾ ആ ചങ്ങായി ഇറച്ചി തന്നുകൊണ്ടായിരിക്കും ചൊറിച്ചൽ വരുന്നുണ്ടാവുക. പിന്നെ ചെറുമരം പൊള്ളിക്കഴിഞ്ഞാൽ താനിമരം എന്ന് പറഞ്ഞാൽ താനിമരം ഒരു ആ മരത്തിൻ്റെ തൊലി ചെത്തിയിട്ട് വേത് വെച്ച് കുളിക്കുക എന്നുള്ളതാണ്. അതായത് ചൂടാക്കിയിട്ട് ആ തൊലി ചെത്തിയെടുത്ത് ചൂടാക്കിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിനെ കൊണ്ട് കുളിച്ച് കഴിഞ്ഞാലാണ് ആ ചെറുമരം പൊള്ളിയത് പോവുക എന്നുള്ളതാണ് അറിവ്. എന്നാൽ ശരി, വേറെ ഒന്നുമില്ല. ഗുഡ് ലക്ക്.